الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. الحمد لله. നമ്മള് അല്ലാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മള് മൂന്നാമത്തെ റമദാനിലാണ്. ഇനി പുറത്തുള്ളവരാണെങ്കിൽ അവർക്കിന്ന് 4-ാമത്തെ ദിവസമാണ് അല്ലെ. അൽഹംദുലില്ലാഹ് നമ്മള് റമദാനിന് വേണ്ടി ഇത്രയും നാള് വെയിറ്റ് ചെയ്തു. ഇന്നിപ്പോ റമദാൻ നമ്മളെ കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമ്മൾ ഓരോരുത്തരും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് അൽഹംദുലില്ലാഹ് 2 ദുആകൾ പഠിച്ചു. നമുക്കൊക്കെ ആദ്യമേ അറിയാവുന്ന ദുആകൾ തന്നെയാണ് അല്ലെ. എന്നാലും ഒന്നുകൂടെ അത് മനസ്സറിഞ്ഞ് ചൊല്ലാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പഠിക്കുന്ന ഓരോന്നും നമ്മൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി, അഥവാ അല്ലാഹു തആലയോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആലയുടെ അടുക്കൽ നിന്നും നമുക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയായിരിക്കണം നമ്മൾ തേടേണ്ടത്. ആ ഒരു നിയ്യത്തിൽ തന്നെ നമ്മൾ ഓരോന്നും ചോദിക്കുക, എനിക്കത് ലഭിക്കണം, നേടണം എന്നുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ ആദ്യം തന്നെ അള്ളാഹിലേക്ക് അടുക്കാൻ, നമുക്ക് എന്നും അള്ളാഹിന്റെ ദിക്റിലാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ വിളിച്ച് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ആ ദുആ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഓരോ കാര്യത്തിലും നമുക്കുണ്ടാകുന്ന മടിയും അതുപോലെ തന്നെ അലസതയും അതുപോലെ തന്നെ ഒരു ധൈര്യം ഇല്ലാതിരിക്കുക, അതുപോലെ വാർദ്ധക്യം വന്നുകൊണ്ടുണ്ടാകുന്ന ആ ഒരു പ്രയാസത്തിൽ നിന്നും പിശുക്കിൽ നിന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോദിച്ചത് അതിൽ നിന്ന് തന്നെ എന്താണ്, ഖബറിലെ ശിക്ഷയിൽ നിന്നും ദുനിയാവിലെയും അഥവാ ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണത്തിൽ നിന്നും, ആ ഒരു സമയത്തുള്ള പരീക്ഷണത്തിൽ നിന്നും നമ്മൾ അല്ലാഹു തആലയോട് രക്ഷ ചോദിക്കുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ബുഖ്ലി വൽ ജുബ്നി വൽ ഹറമി വഅദാബിൽ ഖബ്രി വഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്. അപ്പൊ നമ്മൾ ഈ ഓരോ ദുആയും പഠിക്കുമ്പോഴായാലും അറിയുമ്പോഴായാലും അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് ചിന്തിച്ച് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരാഗ്രഹത്തോടു കൂടി തേടാ. അല്ലാഹു തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ അമലിൽ കൊണ്ടുവരാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആ, പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ ഓരോ ദർസിലും ഓരോ ഹൽഖയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അഥവാ മദീനയിലേക്ക് ഒരു യാത്ര ചെയ്യാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സഹാബാക്കളും ഒരുമിച്ചിരുന്ന് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് നമ്മളും എത്താം. അവര് ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച് എന്താണ് അറിയുന്ന ആ ഒരു മജ്ലിസിലേക്ക് നമ്മളും ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചു, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫി സ്വലാത്തി. അഥവാ നമസ്കാരത്തില് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ചോദിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ചോദിക്കുന്നത്? ആരാണ് സാഇൽ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ആരോടാണ് ചോദിക്കുന്നത്? അള്ളാഹിന്റെ റസൂലിനോടാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു? ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ പറ്റും, അഫ്ളലുൽ ഉമ്മത്തി ബഅദൽ അംബിയാ അബൂബക്കർ. അഥവാ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആർക്ക് ശേഷം? പ്രവാചകന്മാർക്ക് ശേഷം ശ്രേഷ്ഠൻ ആരാണെന്ന് പറഞ്ഞത് അബൂബക്കർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയാണ് ചോദിക്കുന്നത്.
അള്ളാഹിന്റെ റസൂലിനോട്. ആരോടാ ചോദിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അത്രയും നന്നായി അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, അഥവാ എനിക്ക് നിസ്കാരത്തിൽ ഒരു ദുആ ചൊല്ലാൻ വേണ്ടി ഒരു ദുആ പഠിപ്പിച്ചു തരണം എന്ന് അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചിന്തിക്കുക എന്തായിരിക്കും? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അപ്പം സ്വർഗത്തിലേക്കുള്ള ദറജ ഉയർത്തണേ, അതല്ലെങ്കിൽ എന്താ എനിക്ക് കുറച്ചുകൂടെ ധനം നൽകണേ, അതിലൂടെ എനിക്ക് കൂടുതലായി ദാനം നൽകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക എന്നായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്ത വരാം. എന്നിട്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് ആ ദുആ നോക്കാം. ഈ ഒരു ദുആ എന്നുള്ളത് എന്താണ്? ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ബുഖാരിയും സ്വഹീഹായി ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമുക്ക് ആ ദുആ നോക്കാം. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുൽ, നീ പറയാ, എന്താ? അല്ലാഹുമ്മ ഇന്നി ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, നമ്മൾ പഠിച്ചു അല്ലെ, അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ നീ എനിക്ക് ഉത്തരം നൽകുക. എന്താ? ഇന്നി ظلمت نفسي, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അഥവാ ഗുൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമാണ്. ഗുൽമ് പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും വലിയ ഗുൽമ് എന്താണ്? അത് ശിർക്കാണ്. ബാക്കിയൊക്കെ അതിന് താഴെയുള്ളതാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞ കാര്യം സൂറത്തുൽ ലുഖ്മാനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഇന്ന ശിർക ലഗുൽമുൻ അദീം. എന്താണ് അവിടെ? നിശ്ചയമായും ശിർക്ക് എന്താണ്? അത് ഏറ്റവും വലിയ അക്രമം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന വന്നാൽ തന്നെ എന്തായി? ഒരു കാര്യം അവിടെ ഉറപ്പായി. അഥവാ അതൊരു ഊന്നൽ കൊടുക്കാണ്, അവിടെ തൗക്കീദ് ചെയ്യാണ്, അവിടെ ഉറപ്പിച്ച് പറയാം. അതിന്റെ ഒപ്പം ലാമ് കൂടെ വന്നു, ലഗുൽമുൻ, വീണ്ടും ഒരു ഊന്നൽ കൂടെ. അഥവാ അത്രയും ഉറപ്പുള്ള കാര്യമാണ് എന്ത്? അത് ഏറ്റവും വലിയ അക്രമമാണ്. അപ്പം അതിൽ തന്നെ എന്താണ് പറയുന്നത്? അല്ലാഹു തആലയോട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ, എന്റെ നഫ്സിനോട് തന്നെ അക്രമം കാണിച്ചു. എങ്ങനെ? ദുൽമൻ കസീറ, ധാരാളമായി ദുൽമ ചെയ്തിരിക്കുന്നു, അഥവാ ധാരാളമായി തെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരടിമ തന്റെ റബ്ബിലേക്ക്, അഥവാ അള്ളാഹുലേക്ക് തന്റെ വീഴ്ചയെ സമ്മതിച്ചുകൊണ്ട് ചെല്ലാണ്. അള്ളാന്റെ മുന്നിലേക്ക് നമ്മൾ എന്താണ്? നമ്മള് ഒരു ദുർബലതയെ എടുത്തു പറഞ്ഞ് അള്ളാഹുലേക്ക് നമ്മൾ ചെല്ലാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? എത്ര വലിയ മനുഷ്യനും തെറ്റ് പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പോലും അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എത്ര വലിയ ആളാണെങ്കിലും, എത്ര ഉന്നത ദർജയിലുള്ളവരാണെങ്കിലും എന്ത് സംഭവിക്കാം? തെറ്റ് സംഭവിക്കാം. ശേഷം എന്താണ് ആ ദുആയിൽ പറയുന്നത്? വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അഥവാ ഇവിടെ ആ ദുൽമ് എന്നുള്ളത് എന്താണ്? അക്രമം എന്നുള്ളത് ദുനൂബാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ തെറ്റുകൾ, പാപങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് എന്താ പറയുന്നത്? വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ തെറ്റുകൾ പൊറുക്കാൻ ആരും തന്നെ, അല്ലാഹു തആല മാത്രമാണ് എന്ത്? പൊറുക്കുന്നത്. വേറെ ആരും നമുക്ക് പുറത്തു തരാനില്ല. ഇതില് രണ്ട് കാര്യം വളരെ പ്രധാനമുള്ള കാര്യം, അഥവാ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേതായിട്ട് വിനയാണ്, അഥവാ അങ്ങേയറ്റത്തെ വിനയം. എനിക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാന്റെ മുന്നിൽ അപേക്ഷിക്കാൻ, ആ ഒരു താഴ്മയോടുകൂടി, നമ്മൾ വിനയത്തോടുകൂടി നമ്മൾ അല്ലാഹു തആലയോട് പറയാണ്, എനിക്ക് തെറ്റ് പറ്റി, അത് നീ അല്ലാതെ പുറത്തു തരാൻ ആരുമില്ല എന്ന് നമ്മൾ അപേക്ഷിക്കാം. ഇത് ജവാബ് കിട്ടാൻ, അഥവാ ഉത്തരം കിട്ടാൻ ഉള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ.
അള്ളാഹുവെ നീ മാത്രമാണ് പുറത്തു തരുന്നവൻ. അഥവാ ഇത് നമ്മൾ എന്താണ് നമ്മുടെ ദുആയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ നമ്മൾ ദുആ ചെയ്യുമ്പം രണ്ട് കാര്യം എപ്പോഴും നമുക്ക് എന്താണ് ശ്രദ്ധയിലുണ്ടാവണം. ഒന്നാമതായിട്ട് നമ്മൾ അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി, അതല്ലാതെ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണം, കഴിയെങ്കിൽ പുറത്തു താ. ബനി ഇസ്രായേല് അള്ളാഹു തആലയോട് മൂസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അള്ളാഹുവിനോട് നീ നിന്റെ റബ്ബിനോട് അതിനു വേണ്ടി നമ്മളോട് ചോദിക്കും, അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയും എന്താ പറയുന്നുണ്ട് അല്ലെ, റബ്ബക യുബയ്യിൻ ലനാ എന്ന് പറഞ്ഞിട്ട്. അഥവാ നീ നിന്റെ റബ്ബിനോട് ചോദിക്കും. അവരൊരു അഹങ്കാരത്തോടെ ആ ഒരു രീതിയിലാണ് അവർ ചോദിച്ചത്. അവരെ പോലെ ഒരിക്കലും നമ്മൾ നമ്മുടെ റബ്ബിനോട് അല്ലാഹുവേ നീ അല്ലാതെ ആരുമില്ല എനിക്ക് പുറത്തു തരാൻ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ എന്നുള്ള രീതിയിൽ അത്രയും താഴ്മയോടെ, അതിനോടൊപ്പം എന്ത് വേണം, അള്ളാഹ്ക്ക് മാത്രമേ നമുക്കിത് തരാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമേ നമുക്കിത് ലഭിക്കുള്ളൂ. അള്ളാഹു തആലയാണ് നമുക്കിത് തരേണ്ടത് എന്നുള്ള ആ ഒരു പ്രതീക്ഷ. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് നമ്മുടെ ദുആയിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാൻ, ജവാബ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം എന്താ പറയുന്നത്, വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്, ഫഗ്ഫിർ ലീ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് പറയാണ്. അള്ളാഹുവെ ഞാൻ എന്നോട് തന്നെ അതിക്രമം കാണിച്ചു, ധാരാളം അതിക്രമം കാണിച്ചു, ഉണ്മ ചെയ്തു, നീ അല്ലാതെ അത് പുറത്തു തരാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹു തആലയോട് എന്താ ചോദിക്കുന്നത്, ഫഗ്ഫിർ ലീ. അതുകൊണ്ട് തന്നെ എനിക്ക് നീ എന്താക്കി തരണം, പുറത്തു തരണം. എന്താ, മഗ്ഫിറതൻ മിൻ ഇൻദിക, നിന്റെ അടുത്ത് നിന്നുള്ള പൊറുക്കൽ നീ തരണം. നിന്റെ അടുത്ത് നിന്നുള്ള എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അഥവാ അള്ളാഹു തആലന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് പുറത്തു തരണം, നിന്റെ ഒരു സമ്മാനമായിട്ട് എനിക്കിത് പുറത്തു തരണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ അത് നമ്മുടെ അവകാശമല്ല. അഥവാ എന്തായാലും എനിക്ക് പുറത്തു തരണം എന്ന് പറയല്ല അല്ലേ ചെയ്യുന്നത്. അള്ളാഹു തആലനോട് നമ്മൾ ചോദിക്കണം, ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുത്ത് നിന്നുള്ള പൊറുക്കല് നീ എനിക്ക് പുറത്തു തരണേ. അത് മതിയോ? അത്ര മതിയോ? അല്ല, വീണ്ടും ചോദിക്കാൻ, വറഹംനി, എന്നോട് നീ കരുണ കാണിക്കണേ. അഥവാ പുറത്താല് മാത്രം പോരാ, നിനക്ക് കാരുണ്യവും വേണം. നിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ എന്താകില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മള് അല്ലാഹു തആലയോട് പറയാനെന്ത്, ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി, നീ എനിക്ക് പുറത്തു തരണേ. എന്നിട്ട് അവസാനമായിട്ട് പറയാണ്, ഇന്നക, നിശ്ചയമായി നീ, അൻതൽ ഗഫൂർ റഹീം. എന്താണ്, ഗഫൂറാണ്, റഹീമാണ്. ഇവിടെ എന്താണ് ആ തൗക്കീദാണ് വരുന്നത്. അഥവാ ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ, ഇന്നക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്തായി, നിശ്ചയമായും നീ എന്തായി. വീണ്ടും അവിടെ അൻത എന്ന് പറയാൻ കാരണം എന്താ, നീ മാത്രമാണ്, അല്ലാഹു തആല മാത്രമാണ് എന്ത്, അൽ ഗഫൂറും അർ റഹീമും. അഥവാ ധാരാളം പൊറുക്കുന്നവൻ, അതുപോലെ തന്നെ ധാരാളം കരുണ ചെയ്യുന്നവൻ. അത് അല്ലാഹു തആല മാത്രമാണ് എന്ന് ഉള്ളത് കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പറയുന്നത്, ഇന്നക അൻതൽ ഗഫൂർ റഹീം. ഇവിടെ അല്ലാഹു തആലന്റെ രണ്ട് നാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. അഥവാ അത് തവസ്സുൽ ചെയ്തുകൊണ്ട്. ഇതും ദുആയില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ദുആ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആർക്കാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലാഹു തആലന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വദീഖായ, ഈ ഉമ്മത്തിൽ തന്നെ അമ്പിയാക്കൾക്ക് ശേഷം അഫ്ളലായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി. അഥവാ എന്റെ നിസ്കാരത്തില് എനിക്ക് ദുആ ചെയ്യാനും ഒരു ദുആ പഠിപ്പിച്ചു തരുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഈ ഒരു ദുആയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു ദുആ എന്നുള്ളത് നമസ്കാരത്തില്, തശഹുദില്, അതുപോലെ തന്നെ സുജൂദിലും ചൊല്ലാമെന്നുള്ള അഭിപ്രായമുണ്ട്. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും, അഥവാ റാജിഹായ അഭിപ്രായം
തശഹുദില് അവസാനം ഈ ദുആ ചൊല്ലലാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു കാര്യം തശഹുദിലാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയാൻ എന്താണ് കാരണം എന്നുള്ളത് ചെറിയൊരു എക്സാമ്പിളിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഥവാ നമ്മള് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? വുദൂ ചെയ്യും. വുദൂ ചെയ്യുന്നതിലൂടെ നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും നമുക്കറിയാം. ആ ഒരു നമസ്കാരത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കാണല്ലേ നമ്മുടെ വുദൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ വുദൂ ചെയ്ത് നമ്മൾ സ്വയം എന്താണ് ശുദ്ധീകരിക്കാണ് അല്ലെ, ത്വഹൂറാവാണ്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഖിബിലയിലേക്ക് തിരിയും. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന അള്ളാഹു തആലയുടെ ആ ഒരു മഹത്വത്തെ, അള്ളാഹു തആല ആണ് ഏറ്റവും വലിയവൻ, ബാക്കിയുള്ളതൊക്കെയും എന്താണ് അതിനേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും ഒന്നുമല്ല, അള്ളാഹു മാത്രമാണ് വലിയവൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹു തആലയിലേക്ക് തിരിയാണ്, അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുക. ശേഷം നമ്മള് അള്ളാഹിനെ എന്താണ് വാഴ്ത്താണ് അല്ലെ, ദുആഉൽ ഇസ്തിഫ്താഹിലൂടെ. എന്നിട്ട് നമ്മുടെ ഒരു എന്താ പറയാ ദൗർബല്യത അവിടെ പറയാണ്. അതിനുശേഷം നമ്മൾ അള്ളാഹു തആലന്റെ കലാമായ ഖുർആൻ നമ്മൾ എന്താക്കാണ്? പാരായണം ചെയ്യണം. അങ്ങനെ നമ്മൾ റുക്കൂ ചെയ്യുന്നു. അവിടെ നമ്മൾ സുബ്ഹാനല്ലാഹ് അള്ളാഹിനെ നമ്മൾ എന്താണ്? വാഴ്ത്താണ്, പുകഴ്ത്താണ്. അതിനുശേഷം സമിഅ അല്ലാഹു ലിമൻ ഹമിദ, വീണ്ടും നമ്മൾ എന്താണ്? റബ്ബന വലക്കൽ ഹംദ്, അള്ളാഹിനെ സ്തുതിക്കാണ്. പിന്നെ നമ്മൾ സുജൂദിലേക്ക് പോകാണ്. വീണ്ടും അവിടെ നമ്മൾ അല്ലാഹു തആല വാഴ്ത്താണ്, പുകഴ്ത്താണ്, നമ്മുടെ ദൗർബല്യത പറയാണ്. പിന്നെ ഈ ഒരു കാര്യം 2, 3, 4 റക്അത്തിൽ നമ്മൾ ഇതിങ്ങനെ ആവർത്തിക്കണം. അഥവാ നമ്മൾ അള്ളാഹുലേക്ക് കംപ്ലീറ്റ്ലി തിരിയാണ്. അങ്ങനെ അവസാനം തശഹുദില് നമ്മൾ അത്തഹിയ്യാത്തു ലില്ലാഹി അസ്സലവാത്തു അത്വയ്യിബാത്തു എന്ന് പറഞ്ഞ് എല്ലാം അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കാണ്. അള്ളാഹു തആലക്ക് നമ്മൾ കംപ്ലീറ്റ്ലി കൊടുക്കാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാണ്, ഷഹാദത്ത് ചൊല്ലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ്ലി നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാണ്. അഥവാ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ സന്ദർഭം. ഈ സന്ദർഭത്തില് നമ്മൾ ദുആ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലേ, സുമ്മ യതഖയ്യറു മിന ദുആഇ അഅജബഹു ഇലൈഹി ഫയദഉ. അഥവാ ഈ തശഹുദില് നമ്മൾ തശഹുദ് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞ് പിന്നെ നമ്മളോട് സെലക്ട് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് വേണ്ട ദുആകള് നമ്മളോട് സെലക്ട് ചെയ്യാനാ പറഞ്ഞത്. കാരണം എന്താ? ഈ പറഞ്ഞ ഇത്രയും സന്ദർഭങ്ങൾ അവിടെ വരാണ്. ഒരു ദുആ സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ മുന്നിലെത്തി. അപ്പൊ നമ്മുടെ നമസ്കാരം ഒരിക്കലും അവസാനിപ്പിക്കരുത്. എന്തുകൊണ്ടല്ലാതെ? നമുക്ക് വേണ്ട ആ ഒരു ദുആ ചൊല്ലിക്കൊണ്ടല്ലാതെ. അപ്പം നമസ്കാരത്തിന്റെ ഈ ഒരു അവസാന സമയം എന്നുള്ളത് ദുആ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും എന്താ പറയാ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ടൊരു സമയമാണ്. അപ്പം മനസ്സറിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹു തആലയോട് നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, നമ്മൾ പൊറുക്കലിനെ തന്നെയാണ് അവിടെ കംപ്ലീറ്റ്ലി ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും ചോദിക്കാണ് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം. നമ്മുടെ സ്വലാത്ത് തന്നെ എന്താണ്? എല്ലാം അതിൽ വന്നു. നമ്മള് എന്താ അല്ലാഹു തആലയെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹിനോട് ചോദിക്കാണ്. എന്താണ്? സിലത്തും ബൈനൽ അബ്ദി വറബ്ബുഹു ആണ്. അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ബന്ധം ചേർക്കലാണ് നമ്മുടെ സ്വലാത്ത്. അപ്പൊ ആ സ്വലാത്തിൽ നമ്മൾ നമുക്ക് വേണ്ടത് നമ്മുടെ റബ്ബിനോട് ചോദിച്ചിട്ട് നേടാം. നമുക്ക് വേണ്ടത് എന്താണ്? അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള പൊറുക്കലാണ്, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യാണ്. അപ്പം അതൊക്കെയും അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയിലാകുമ്പോൾ അതെന്താവും? നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു തആലയിലേക്ക് അടുക്കാനുള്ള നമുക്ക് ലഭിക്കാനുള്ള ഒരു കാര്യം കൂടെ ആവും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ ഓരോ നമസ്കാരങ്ങളും എന്താണ്? നമുക്ക് നമ്മുടെ പാപങ്ങൾ, ഒരു 5 നേരം ഒരു പുഴയിൽ പോയി ശുദ്ധിയാകുന്നത് പോലെയാണ് 5 നേരത്തെ നമസ്കാരം, അവന്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയും എന്നൊക്കെ നമ്മൾ ഹദീസിന്റെ ആശയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, നമ്മളിതൊരു ആദത്തായി ഒരു ശീലമായി ചെയ്താല് കിട്ടുന്നതല്ല.
എന്ത് വേണം? നിയ്യത്ത് വേണം. ആ ഒരു ആഗ്രഹത്തോടു കൂടി എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി, ആ ഒരു ചിന്തയോടു കൂടി നമ്മുടെ നമസ്കാരങ്ങളായാലും നമ്മുടെ ദുആ ആയാലും ആ ഒരു റജാവും ഖൗഫും, ആ ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ ഭയവും, അല്ലാഹു തആല അതുപോലെ തന്നെ റഹബത്തും റഹബത്തും, അഥവാ അള്ളാഹ് ഉത്തരം നൽകും, എനിക്കിത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി, എന്നാൽ എൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കോ എന്നുള്ളൊരു എന്താ ഖൗഫോട് കൂടി, ഒരു ഭയത്തോടു കൂടിയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക, ദുആ ചെയ്യുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പഠിക്കുന്ന ഓരോ ദുആയും മനസ്സറിഞ്ഞ് ചൊല്ലുക. അതിലൂടെ നമ്മുടെ ഈ ഒരു റമദാൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم إنا نعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر وفتنة المحيا والممات. മറ്റൊരു കാര്യം കൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇവിടെ ഇഷ്റാഖിന്റെ സമയമാണ്. ഇൻഷാ അള്ളാഹ് ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്റാഖ് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അവന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പ്രതിഫലം നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഓരോ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള അജർ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ചെയ്യുക. അത് റമദാനിലാകുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് പോലും അറിയില്ല, കണക്കില്ലാതെ അല്ലാഹു തആല അധികരിപ്പിച്ച് തരും. ഓരോ കാര്യങ്ങളും നിയത്തോടു കൂടി ചെയ്യുക. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഓരോ കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.